ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ മിശിഹായിൽ സ്നേഹിക്കപ്പെടുന്നവരെ, ഇന്ന് നമ്മൾ ദർശിക്കുക ബാബേൽ ഗോപുരമാണ്. ഇന്നലെ നാം കണ്ടത് ബാബിലോണിലെ സിംഹക്കുഴിയിലായിരിക്കുന്ന ദാനിയലിനെയും ദാനിയലിന് ഭക്ഷണം കൊടുക്കുന്ന ഹബക്കൂക്ക് പ്രവാചകനെയുമൊക്കെ നമ്മൾ കാണുകയാണ്. സ്നേഹമുള്ളവരെ, ബാബേൽ എന്നതിൻ്റെ അർത്ഥം ഭാഷകൾ ചിതറിക്കപ്പെട്ട സ്ഥലം എന്നാണ്. ഭാഷകൾ കുഴഞ്ഞു മറിക്കപ്പെട്ട സ്ഥലം. ഉൽപ്പത്തി പുസ്തകം 11-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള തിരുവചന ഭാഗങ്ങളിലൂടെ നാം സഞ്ചരിക്കുമ്പോൾ അക്കാലത്ത് ഭൂമിയിൽ ഒരേ ഭാഷയും ഒരേ പദാവലിയുമായിരുന്നു. പൂർവദേശത്തു നിന്ന് പുറപ്പെട്ടവർ ഷീനാർ ദേശത്ത് എത്തി. അവിടെ ഒരു സമതലത്തിൽ അവർ പാർത്തു. അവർ പറഞ്ഞു, നമുക്ക് കല്ലിന് പകരം ചുടുകട്ട മണ്ണുകൊണ്ട് ചുട്ടെടുത്ത് ചുടുകട്ട നിർമ്മിക്കാം. കുമ്മായത്തിന് പകരം കീലും ഉപയോഗിച്ച് നമ്മുടെ പേര് നിലനിർത്തുവാൻ, പേര് സമ്പാദിക്കുവാൻ നമ്മൾക്കൊരു പട്ടണവും ഗോപുരവും പണിയാം. അവർ അത്യധികം ഉത്സാഹത്തോടെ തങ്ങളുടെ പേര് സമ്പാദിക്കുവാൻ വേണ്ടി പട്ടണവും ആകാശം മുട്ടുന്ന ഒരു ഗോപുരവും പണിയുവാൻ തുടങ്ങി. പണികൾ വളരെ വേഗത്തിൽ നടക്കുകയാണ്. ഏക മനസ്സോടെയാണ് അവർ പ്രവർത്തിക്കുക. എന്നാൽ കർത്താവ് പറഞ്ഞു, അവരുടെ പട്ടണവും ഗോപുരം കാണുവാൻ നമുക്ക് ഇറങ്ങിച്ചെല്ലാം. ദൈവം ഇറങ്ങി വന്ന് അവരുടെ പട്ടണവും ഗോപുരവും ദർശിച്ചപ്പോൾ പറഞ്ഞു, ഇവർക്ക് ഒന്നും അസാധ്യമായിരിക്കില്ല, ഇത് ഇവരുടെ ഒരു തുടക്കം മാത്രമാണ്. നമുക്ക് അവരുടെ ഭാഷകൾ കുഴച്ചു മറിക്കാം. ഭാഷകൾ കുഴച്ചു മറിച്ചു. ഒരാൾ പറയുന്നത് മറ്റൊരാൾക്ക് മനസ്സിലാകാതെ വന്നു. അവരുടെ പട്ടണവും ഗോപുരത്തിൻ്റെ പണിയും അവസാനിച്ചു. ഒരാൾ പറയുന്നത് ഒരാൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നില്ല. സ്നേഹമുള്ളവരെ, പട്ടണവും ഗോപുരവും നല്ലതാണ്. എന്നാൽ സ്വന്തം പേര് സമ്പാദിക്കുവാൻ വേണ്ടിയാണ് അവർ അപ്രകാരം ചെയ്തത്. നിനക്കിത് പണിയാനുള്ള ആരോഗ്യവും കഴിവും ജ്ഞാനവും സമ്പത്തും എല്ലാം നൽകിയത് നിന്റെ ദൈവമാണെന്ന് നീ മറന്നുപോയി. ദൈവത്തെ കൂടാതെ നീ എന്ത് പണിതുയർത്തുവാൻ ശ്രമിച്ചാലും അത് പൂർത്തീകരിക്കുകയില്ല. പലയിടത്തും വെച്ച് അത് ഉപേക്ഷിച്ച് പോകേണ്ടതായിട്ട് വരും. ഒരുപക്ഷെ ദൈവത്താൽ ആരംഭിച്ചതായിരിക്കാം. കുറേ കഴിഞ്ഞപ്പോൾ ദൈവത്തെ മാറ്റി നിർത്തി എൻ്റേതാക്കുവാൻ വേണ്ടി ഞാൻ ശ്രമിക്കുമ്പോൾ അവിടെ വിള്ളലുകൾ വീഴും. പരസ്പരം ഭാഷകൾ മനസ്സിലാകാതെ പോകും. ആർക്കും ഒരാൾക്ക് മറ്റൊരാളെ ഉൾക്കൊള്ളാൻ പറ്റാതെ വരും. അത് ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് പണി പൂർത്തീകരിക്കുകയല്ല, പണി ഉപേക്ഷിക്കേണ്ടതായിട്ട് വരും. ഓർക്കുക, ഇവരാരംഭിച്ചത് ഏക മനസ്സോടുകൂടിയാണ്. അതവരുടെ പ്രവർത്തനത്തിൻ്റെ ആരംഭം മാത്രമാണെന്ന് ദൈവം പറയുന്നുണ്ട്. ഏക മനസ്സോടുകൂടി പ്രവർത്തിച്ചാൽ വളരെ ഉന്നതിയിലേക്ക് ഉയരാൻ സാധിക്കും.
അത് തനിക്ക് തന്നെയും കുടുംബത്തിനും നാടിനും ലോകം മുഴുവനും അതൊരു അനുഗ്രഹമായി മാറും. ദൈവത്തെ കൂടാതെ പ്രവർത്തിച്ചാൽ അതെല്ലാം തകർന്നു പോകും. നമ്മളോട് പ്രത്യേകം ശ്രദ്ധിക്കുക, ഒന്ന് ഐക്യത്തോടെ പ്രവർത്തിക്കുമ്പോൾ വലിയ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുമെന്നും ദൈവമില്ലാതെ പ്രവർത്തിച്ചു തുടങ്ങുമ്പോൾ അത് തകർന്നു പോകുമെന്നും തിരിച്ചറിയുക. ഭാഷകൾ കുഴച്ചു മറിച്ചു എന്ന് പറഞ്ഞാൽ പരസ്പരം മനസ്സിലാക്കാൻ സാധിക്കാതെ വന്നു, പരസ്പരം ഉൾക്കൊള്ളുവാൻ സാധിക്കാതെ വന്നു എന്നുള്ളതാണ്. സ്നേഹമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ദൈവത്തെ കൂടാതെ എന്തെങ്കിലും തുടങ്ങിയിട്ടുണ്ടെങ്കിൽ, ദൈവവുമായി ചേർന്ന് തുടങ്ങിയത് കുറെ കഴിഞ്ഞപ്പോൾ എൻ്റെതാക്കി മാറ്റുവാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അവിടെയെല്ലാം പരാജയമുണ്ടാകുമെന്ന് തിരുവചനം നമ്മൾ ഓർമ്മിച്ചു തരുന്നു. നമ്മുടെ തെറ്റുകൾ തിരുത്തി ദൈവത്തെ കൂട്ടിച്ചേർത്ത് ദൈവത്തോട് ഒത്തുചേർന്ന് നമുക്ക് മുന്നേറാം. ദൈവം വലിയ അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. ഈ ചിതറിച്ച ഭാഷകൾ ഒന്നിച്ചു ചേരുന്നത് പെന്തക്കോസ്താ ദിനത്തിലാണ്. അവർ ഏക മനസ്സോടെ അനുദിനം പ്രാർത്ഥനയിൽ അവർ സജീവമായി പങ്കുചേർന്നു. അപ്പോസ്തലന്മാരുടെ പ്രബോധനം, കൂട്ടായ്മ, അപ്പമുറിക്കൽ, പ്രാർത്ഥന ഇതിൽ താല്പര്യപൂർവം അവർ പങ്കുചേർന്നു എന്ന് നമ്മൾ വായിക്കുകയാണ്. വിശ്വാസത്തിൻ്റെ ജീവിതവും വിശ്വാസത്തിൻ്റെ ആഘോഷവും നമ്മളിവിടെ കാണുകയാണ്. വിശ്വാസം ജീവിക്കുക, വിശ്വാസം പ്രഘോഷിക്കുക, വിശ്വാസം ആഘോഷിക്കുക, വിശ്വാസം പടുത്തുയർത്തുക. സ്നേഹമുള്ളവരെ, ബാബേൽ ഗോപുരത്തിൻ്റെ തകർച്ച നമ്മൾ കാണുകയാണ്. നമ്മുടെ ജീവിതവും ബാബേൽ ഗോപുരത്തിൻ്റെ തകർച്ച പോലെയാകാതെ സെഹ്യോൻശാലയിൽ ഐക്യം നമ്മൾ കാണുന്നത് പോലെ എല്ലാവരും ഹൃദയത്തിലും ഐക്യത്തിൻ്റെ ആത്മാവ് വന്ന് നിറയട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ നിർവനായി നമുക്ക് പ്രാർത്ഥിക്കാം. ത്രിയേക ദൈവം നമ്മളെ എവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രൈസ് ദി ലോർഡ്.